മുസ്ലിം സമൂഹം റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം 2 ഖുതുബ കഴിഞ്ഞ 2 ആഴ്ചകളിലായി നടത്തിയിട്ടുണ്ട്. തീർച്ചയായും റബീഉൽ അവ്വൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ പ്രാധാന്യം മാത്രമുള്ള മാസമാണ്. അനുഷ്ഠാനങ്ങൾ യാതൊന്നും അതിലില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബഹുമുഖ വ്യക്തിത്വത്തെ സംബന്ധിച്ചുമൊക്കെ ഖതീബുമാർ മിമ്പറിൽ വെച്ച് നാട്ടുകാരെ, മുസ്ലിം സമൂഹത്തെ കേൾപ്പിക്കാറുണ്ട്, ബോധവൽക്കരിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസത്തിലെ ഖുതുബകളെ ആ രീതിയിൽ ക്രമീകരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ചെറിയ സൂറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട ചില സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾക്ക് പറയുക സുവറു തസ്ലിയ എന്നാണ് പറയുക. സാന്ത്വനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട സൂറത്തുകൾ. സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക്, അത്തരത്തിലൊരു സൂറത്താണ്. സൂറത്തു ളുഹ വൽളുഹ വല്ലൈലി ഇദാ സജ, അത്തരത്തിലുള്ളൊരു സൂറത്താണ്. അതേപോലെ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ, ഇന്ന അഅ്തൈനാക്കൽ കൗസർ. ഈ സൂറകളിൽ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. ഈ സൂറ അവതരിക്കുന്നതിന് ഒരു സവിശേഷമായ പശ്ചാത്തലമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഏറ്റവും വലിയ പ്രതീക്ഷ. എൻ്റെ ഈ കുടുംബം എന്തായാലും എൻ്റെ കൂടെ നിൽക്കും. ഇത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. എൻ്റെ കുടുംബം എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും. മക്കയിലെ പ്രമുഖ ഗോത്രം ഖുറൈശി ഗോത്രം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. മക്കയിലെ പ്രമുഖ കുടുംബം ഹാഷിമി കുടുംബമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബം അതാണ്. ഇവരൊക്കെ നല്ല സ്നേഹസമ്പന്നരായ കുടുംബക്കാരാണ്. ഗോത്രമഹിമ വല്ലാതെ ഉണ്ടാവുന്ന കുടുംബമാണ്. ഒരു ഗോത്രത്തിലുള്ള എല്ലാ ആ കുടുംബത്തെയും പരസ്പരം നന്നായി സ്നേഹിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് അറബികൾ. ഒരു ഗോത്രത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ബാക്കിയുള്ളവരെല്ലാവരും സഹകരിക്കുക, സഹായിക്കുക, ഇടപെടുക. ഇങ്ങനെയുള്ള ഒരു അറബ് കൾച്ചർ ഈ ഗോത്ര സംസ്കാരത്തിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഖുറൈശി ഗോത്രത്തിലും അങ്ങനെ തന്നെയാണ്. സ്നേഹസമ്പന്നരായ ഈ കുടുംബക്കാർ, മക്കയിലെ കുടുംബക്കാർ, ഖുറൈശി കുടുംബം, ഖുറൈശി ഗോത്രം, ഹാഷിമി കുടുംബം പേരുകെട്ട കുടുംബമായിരുന്നു. കഅബ പരിപാലിക്കുന്ന ടീമായിരുന്നു അവർ. കഅബ അവരുടെ ജീവനായിരുന്നു. കഅബയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യുമായിരുന്നു. അങ്ങനെ കഅബയുടെ ഭരണകർത്താക്കളും അതിൻ്റെ പരിപാലകരും എല്ലാം അവർ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ കുടുംബം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരും വിളിച്ചത് അൽ അമീൻ എന്നാണ് വിളിച്ചത്. അപ്പൊ അള്ളാഹിന്റെ റസൂലിന് പ്രതീക്ഷ കൂടി. അൽ അമീൻ എന്നാണല്ലോ തന്നെ വിളിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിൽ പ്രതീക്ഷ വല്ലാതെ വർദ്ധിച്ചു. അങ്ങനെ തന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ വഹയി മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നവർ, തന്നെ സ്നേഹിച്ചിരുന്നവർ തൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നത് അള്ളാഹിന്റെ റസൂല് സ്വന്തം കണ്ണുകൊണ്ട് കാണുകയാണ്. ഇത് പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ കുടുംബക്കാരും അല്ലാത്തവരും എല്ലാവരും ചേർന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിഞ്ഞു കുത്തുകയുണ്ടായി.
അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കുടുംബക്കാരൻ തന്നെയായിരുന്നു. അബൂലഹബ് തന്നെയായിരുന്നു ഏറ്റവും ശക്തമായി പ്രവാചകനെ ദ്രോഹിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ തനിക്ക് ചുറ്റുമുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തു, വിളിച്ചു ചേർത്തു. ദഅവത്തും ഇസ്ലാഹും അതേപോലെ തന്നെ തൗഹീദും ആഖിറത്തും റിസാലത്തും ഒക്കെ അവരുടെ മുമ്പിൽ വിശദീകരിച്ചപ്പോൾ ഈ കുടുംബക്കാരനായ അബൂലഹബ് പ്രവാചകനെ അങ്ങേയറ്റം ഭർസിച്ചുകൊണ്ട് തബ്ബല്ലക് അലിഹാദാ ജമഅതനാ, നിനക്ക് നാശമുണ്ടാവട്ടെ, ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറയുകയും അതുവരെ അവരുടെ കണ്ണിലുണ്ണിയായിരുന്ന അൽ അമീൻ ആയിരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് കദ്ദാബായി മാറുകയാണ്, പെരുങ്കള്ളനാക്കി അവർ ചിത്രീകരിച്ചു. അതുവരെ അവരുടെ കൂട്ടത്തിൽ വിവേകിയായ പ്രവാചകൻ മുഹമ്മദിനെ അവർ ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചു. തന്റെ ഉറ്റവരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന്, ഏറ്റവും അടുത്തവരിൽ നിന്ന് തനിക്ക് ലഭിച്ച അവഹേളനങ്ങൾ, ഭർസനങ്ങൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു ആക്ഷേപവും അവർക്കില്ല. അങ്ങനെയുള്ള പ്രവാചകനാണ് പിന്നീട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം അവഹേളനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒക്കെ സ്വന്തം കുടുംബക്കാരിൽ നിന്ന് പോലും വിധേയമായത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെ വംശം നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയാണ്, വ്യത്യസ്തമല്ല. എല്ലാ ആളുകളും ആൺമക്കൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കും. കാരണം എന്താണ്? തനിക്ക് ശേഷം തന്റെ വംശം ഇവിടെ നിലനിൽക്കണം. ഇതേതൊരു പിതാവും ആഗ്രഹിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും രണ്ട് ആൺമക്കൾ ആദ്യത്തിലുണ്ടായി, ഖദീജയുണ്ടായി, ഖാസിമും അബ്ദുള്ളയും. ആ രണ്ടുപേരും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. പിന്നീട് ഉണ്ടായ ഇബ്രാഹിമും ഏകദേശം 18 മാസത്തോളം ജീവിച്ചു. അദ്ദേഹവും മരണപ്പെട്ടു. ആൺമക്കൾ എല്ലാവരും മരിച്ചു. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിമിന്റെ മരണം രാത്രിയാണ് സംഭവിച്ചത്. ഈ രാത്രിയിൽ തന്നെ ഇബ്രാഹിമിന്റെ മരണം മക്കയിൽ ആകെ വ്യാപിച്ചു. അള്ളാന്റെ റസൂലല്ല തന്റെ മകൻ മരിച്ച വിവരം അറിയിച്ചത്. പിന്നെ ആരാണ് അറിയിച്ചത്? അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ, അവരാണ് അറിയിച്ചത്. അത് അറിയിച്ചത് എങ്ങനെയാണ്? സങ്കടം കൊണ്ട് അറിയിച്ചതല്ല, അതൊരു പ്രത്യേക തരത്തിലുള്ള അറിയിപ്പായിരുന്നു. ആ ഉമ്മു ജമീലിന്റെ നാവിലൂടെ, നബിയുടെ മൂത്തുമ്മയുടെ നാവിലൂടെ ഇബ്രാഹിം മരിച്ച ആ രാത്രി തന്നെ മക്കയിൽ ആകെ ആ വാർത്ത പ്രചരിച്ചു. അബ്ശിറൂ, അങ്ങനെയാണ് അറിയിച്ചത്. ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും സന്തോഷിച്ചോളൂ, എന്താ കാരണം? ബതറ മുഹമ്മദുൻ അൽ-ലൈല, ഈ രാത്രി മുഹമ്മദ് വേരറ്റു പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പ്രചരിക്കാണ്. കേട്ടവർ സന്തോഷിക്കാണ്. മുഹമ്മദ് വേരറ്റു പോയിരിക്കുന്നു, ഉള്ള 3 ആൺമക്കളും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട അബൂലഹബ് കുറച്ചുകൂടി കൂട്ടിച്ചേർത്തു. ഇന്ന മുഹമ്മദൻ അബ്തർ, ഇപ്പോൾ മുഹമ്മദിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? മുഹമ്മദ് അബ്തർ ആണ്, വേരറ്റവനാണ്. ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിൽക്കുവാൻ ആ മുഹമ്മദിന് ആൺകുട്ടികൾ ഇനി ഒരാളുമില്ല എന്ന് പറഞ്ഞു. ഇനി ഈ മുഹമ്മദും കൂടി മരിച്ചാലുണ്ടല്ലോ, അതോടുകൂടി അദ്ദേഹത്തിന്റെ ദിക്ർ, പ്രശസ്തി എല്ലാം ഇതോടുകൂടി കെട്ടടങ്ങി പോകും എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമുണ്ടല്ലോ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദേവതകളെയും ദേവിമാരെയും വിഗ്രഹങ്ങളെയും ഒക്കെ അദ്ദേഹം വിമർശിക്കുന്നു, വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്നു, അദ്ദേഹം സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത വേണമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കുറെ സംഗതികളുണ്ടോ? ഈ സംഗതികളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂലഹബ് പറഞ്ഞു, അലാ തറാ ഹാദൽ മുൻബത്തിർ മിൻ ഖൗമിഹി, അതാ നിൽക്കുന്നു മുൻബത്തിർ, വേരറ്റവൻ അതാ നിൽക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ? എന്താ രംഗം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കൾ മരിച്ചു, അവസാനത്തെ മകനും മരിച്ചു. 18 മാസം കൂടെ ജീവിച്ച മകൻ മരിച്ചപ്പോൾ ഒരു പിതാവിന്റെ വിഷമം എത്രയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്നൽ ഐന ലതദ്മ വ ഇന്നൽ ഖൽബ ലയഹ്സൻ.
തീർച്ചയായും കണ്ണുകൾ കലങ്ങും, കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകും, ഹൃദയം ദുഃഖിക്കും. ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങളൊക്കെ ദുഃഖിതരാണ്. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയാണ്. ഇത് കണ്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കളുടെ കണ്ണും നിറയുകയാണോ? നിറയുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണും. ഒന്ന് മകൻ മരിച്ച വിഷമം, രണ്ടാമത്തേത് കുത്തുവാക്ക് ഏറ്റുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ നിന്ന്. കുത്തുവാക്ക് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. മരണം പോലും ആഘോഷമാക്കിയ ഒരു കുടുംബമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. തന്റെ മക്കളുടെ മരണം പോലും ആഘോഷമാക്കിയ കുടുംബം. അതാണ് പ്രവാചകൻ ആ കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബം തന്നോട് കാണിച്ച ഈ തോന്നിയവാസത്തിനെതിരിൽ ഒരക്ഷരം ഉഴിയാടിയില്ല, മറുത്തൊന്നും പറഞ്ഞില്ല. പിന്നെ ആരാണ് ഇടപെട്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇടപെട്ടത്. എങ്ങനെയാണ് ഇടപെട്ടത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റസൂലേ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, താങ്കൾ ഒരിക്കലും വേരറ്റു പോവുകയില്ല. അന്ത്യനാൾ വരെ താങ്കളുടെ ശബ്ദം ലോകത്തുണ്ടാവും, താങ്കൾ ലോകത്ത് അറിയപ്പെടും. ആരാണ് വേരറ്റു പോകുന്നത്? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, താങ്കളോട് ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുന്ന, വിദ്വേഷം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരാണ് വേരറ്റ് പോവുക. അള്ളാഹ് ഇടപെട്ടു ചെറിയ കൊച്ചു സൂക്തത്തിലൂടെ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് സംഭവിച്ചത് എന്താണ്? പിന്നീട് സംഭവിച്ചതൊക്കെ ചരിത്രം സാക്ഷിയാണ്. ഖുറൈശി ഗോത്രത്തിലെ മക്കയിലെ പൗരപ്രമുഖരായ ആളുകൾ, പ്രമാണിമാർ, ധനാഢ്യരായ ആളുകൾ, ദുരഭിമാനികൾ, അവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു? അവരുടെയൊക്കെ ഒടുക്കം എന്തായിരുന്നു? കേട്ട് കേൾവി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ ആളുകളൊക്കെ ചരിത്രത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി. ബദറിൽ കൂട്ടുകാരെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ അബൂലഹബ് രോഗബാധിതനായി ചൊറി പിടിച്ച് അദ്ദേഹം വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. പ്രത്യേകമായ ഒരു അസുഖം പിടിപെട്ടു. കുടുംബക്കാർക്ക് അദ്ദേഹത്തെ വേണ്ട, അബൂലഹബിനെ വേണ്ട. ശരീരം മൊത്തം പുഴുവരിച്ചു തുടങ്ങി. അതിശക്തമായ നാറ്റം തുടങ്ങിയപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വടികൊണ്ട് തോണ്ടി പുറത്തേക്കിട്ടു. സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ, സ്വന്തം വാപ്പയെ പുറത്തേക്ക് തള്ളുകയാണ്. പുറത്തേക്ക് തള്ളിയപ്പോൾ നാട്ടുകാരെല്ലാവരും ഇടപെട്ടു. എന്താണ് ഈ ചങ്ങായിനെ ഈ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്? അവസാനം മക്കയുടെ തെരുവിൽ ഇതൊരു ചർച്ചാ വിഷയമായി. ആർക്കാർക്കും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല, അത്രമാത്രം നാറ്റം. എല്ലാവരും പിന്നീട് കൂലിപ്പണിക്കാരായ ആളുകളെ, അതുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യുന്ന ആളുകളെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് മരണത്തിന് ശേഷം മറമാടിയത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് അബൂലഹബിന്റെ അന്ത്യം. നാട്ടിലെ പൗരപ്രമുഖനാണ്. എങ്ങനെയാണ് മരണം സംഭവിച്ചത്? വേരറ്റു. ആരാണ് വേരറ്റവൻ? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പിന്നീട് അബൂജഹൽ, അദ്ദേഹവും ബദറിൽ കൊല്ലപ്പെട്ടു. ആ രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നുകൊണ്ട് രണ്ട് സഹാബികൾ പറയുന്നുണ്ട്. രണ്ട് സഹാബികൾ നോക്കി നടക്കണം. വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അബൂജഹലിനെ കൊല്ലാൻ വേണ്ടി ബദർ യുദ്ധത്തിൽ നോക്കി നടക്കണം. ആ പ്രശംസ റസൂലിൽ നിന്ന് അവർ ഏറ്റുവാങ്ങി. അബൂജഹലും കൊല്ലപ്പെട്ടു. ഹിജ്റ 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കി. ഹിജ്റ 9 ജസീറത്തുൽ അറബ് പൂർണ്ണമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കീഴിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേരറ്റവൻ എന്ന് പരിഹസിച്ചവരുടെ പേരും കുറിയും അസ്തമിക്കുകയുണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം മക്കൾ പോലും വാപ്പയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹം പ്രകടിപ്പിക്കാതായി. സ്വന്തം മക്കൾ പോലും വാപ്പയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാതായി പോയി. നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെ അറിയപ്പെടാം? എന്റെ വാപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ, അപ്പൊ അബ്ദുസ്സലാം ഇബ്നു അബ്ദുറഹ്മാൻ. ഇത് അറബികൾ അങ്ങനെ എഴുതാം. വാപ്പാന്റെ പേര് ചേർത്തിട്ടാ പറയാ, അറബികൾ പറയാ. നമ്മുടെ നാട്ടിലൊക്കെ പുതിയൊരു സംസ്കാരം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ പേരിലൊക്കെ പെണ്ണിനെ ചേർത്ത്. ഒരിക്കലും ഭർത്താവിന്റെ പേരിലേക്ക് പെണ്ണിന്റെ പേര് ചേർത്തി പറയുന്ന സംസ്കാരം ഇസ്ലാമികമായ സംസ്കാരമേ അല്ല. പെണ്ണിന്റെ പേര് ഫാത്തിമ എന്നാണ്, ഭർത്താവിന്റെ പേര്
അലി എന്ന അല്ലെങ്കിൽ പിന്നെ എന്താ മുഹമ്മദ് എന്നാണ് വിചാരിക്കുക. അപ്പൊ ഫാത്തിമ മുഹമ്മദ്. ഭർത്താവ് എന്ന് പറയുന്നത് തലാഖോടുകൂടി മരണത്തോടുകൂടി അത് കഴിഞ്ഞു. വാപ്പ എന്ന് പറയുന്നത് അത് മരിച്ചാലും ഉണ്ടാകുന്ന അടയാളമാണ് വാപ്പ. അതുകൊണ്ട് മുസ്ലിമിന്റെ പേര് വാപ്പയിലേക്കാണ് ചേർത്തേണ്ടത്, ഭർത്താവിലേക്കല്ല. ഒരു പെണ്ണ് തന്റെ പേര് ചേർത്തേണ്ടത് ഭർത്താവിലേക്കല്ല ചേർത്തേണ്ടത്, സ്വന്തം വാപ്പയിലേക്ക്. ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ പേര് ചേർത്തേണ്ടത് സ്വന്തം ഉപ്പയിലേക്കാണ്. അതാണ് ഉപ്പാന്റെ സ്ഥാനം, ഉപ്പാന്റെ പദവി അതാണ്. ഇവിടെയാണ് ഇക്രിമ എന്ന് പറയുന്ന ഒരു സഹാബി. അദ്ദേഹം ആദ്യം അബൂജഹലിന്റെ മകനാണ്, ശത്രുപക്ഷത്തായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് അറിയപ്പെട്ട ആളായി. പക്ഷെ ഇക്രിമത്തു ബിൻ അബീ ജഹൽ എന്ന് പറയാൻ ഇക്രിമയ്ക്ക് നാണക്കടായി. ഇക്രിമത്തു ബിൻ അബീ ജഹൽ എന്ന് പറയാൻ ഇക്രിമയ്ക്ക് നാണക്കേടായി. അപ്പൊ സ്വന്തം മക്കൾ പോലും ഈ പൗരപ്രമുഖരായ ഈ പ്രവാചകനെ ദ്രോഹിച്ച ആളുകളെ വെറുത്തു തുടങ്ങിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നിന്നോട് ഏറ്റവും കൂടുതൽ ശത്രുത കാണിച്ച ആളുകളുണ്ടല്ലോ, അവരാണ് വേരറ്റ് പോയത് എന്ന് അക്ഷരാർത്ഥത്തിൽ പിന്നീട് ചരിത്രത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ശത്രുക്കൾ പറഞ്ഞ മുഹമ്മദ് നബിയുടെ അവസ്ഥയോ? ശത്രുക്കൾ പറഞ്ഞല്ലോ മുഹമ്മദ് നബിയുടെ വേരറ്റ് പോയി എന്ന് പറഞ്ഞല്ലോ. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താണ് ഇന്ന്? എന്താണ് അദ്ദേഹത്തിന്റെ ലോകത്തിൽ, എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ മുസ്ലിം ഉണ്ടോ അള്ളാന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എത്ര കോടിയാണ് മുസ്ലിങ്ങളെ ലോകത്തുള്ളത്? 160ഓളം കോടി മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. ഇവരുടെ കണ്ണിലുണ്ണിയായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും നിലകൊള്ളുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രവാചകന്റെ കുടുംബത്തിലേക്ക് തന്റെ പേര് ചേർക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ കുടുംബ പരമ്പര തങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? ഹാഷിമി കുടുംബത്തിലേക്ക് എത്തുന്നുണ്ടോ? അലവി കുടുംബത്തിലേക്ക് എത്തുന്നുണ്ടോ? സയ്യിദിലേക്ക് എത്തുന്നുണ്ടോ? അബ്ബാസിയിലേക്ക് എത്തുന്നുണ്ടോ? ഇത് ചരിത്ര വേര് വംശപരമ്പരയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്റെ പേര് അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിലേക്ക് ഒന്നാണ് ചെത്തിക്കിട്ടിയ. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറെ തങ്ങന്മാരൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ഒറിജിനൽ തങ്ങന്മാരും ഡ്യൂപ്ലിക്കേറ്റ് തങ്ങന്മാരൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ചേർത്തിക്കൂട്ടിയ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ വ്യാജ മുടിയുടെ സനതാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കൊണ്ടുവന്നു. ഏത് മുടിയാണ്? ഏതോ ഒരു പെണ്ണിന്റെ മുടി. ആ മുടി കൊണ്ടുവന്നിട്ട് പറയാണ് ഇത് അള്ളാന്റെ റസൂലിന്റെ മുടിയാണ്. ചില ആൾക്കാരൊക്കെ കളിയാക്കി പറയും അത് മർക്കസിലെ പിന്നെ അവിടെ ജോലി ചെയ്യുന്ന അമ്മുവിന്റെ മുടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രവാചകൻ മരിച്ചിട്ട് എത്രയോ വർഷമായി. എന്നിട്ട് പ്രവാചകന്റെ മുടി പാരാ കൊടുത്ത മുടി ഈ ബോംബെയിലുള്ള ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബോംബെയിലെ ജാലിയവാല എന്ന് പറയുന്ന അവിടുത്തെ ചങ്ങാതിയാണ് ഈ മുടി കൊടുത്തത്. ഹസ്രജി എന്ന് പറയുന്ന ദുബൈയിൽ ചങ്ങാതിയുണ്ട്. സനത് അങ്ങോട്ടാ സനത് എഴുതി ഉണ്ടാക്കിയിരിക്കണം. ഹസ്രജിലേക്കാണ് പോകുന്നത് ദുബൈയിലെ. ആ ഹസ്രജിക്ക് പോലും മുടി കൊടുത്തത് ആരാ? ഈ ബോംബെയിലുള്ള ചങ്ങാതി എന്നാ. അപ്പൊ ഇങ്ങനെ സനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലേക്ക് ചേർക്കാൻ, തന്റെ കുടുംബത്തെ ചേർക്കുവാൻ ആയിരക്കണക്കിന് ആളുകൾ രേഖകൾ മുഖേന പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ്. ഇത് ഓരോ പിതാവും മാതാവും തങ്ങളുടെ കുട്ടികളുടെ പേരിന്റെ കൂട്ടത്തിൽ ഒരു മുഹമ്മദും കൂടി കടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അതിനും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ ചങ്ങാതിമാരൊക്കെ അബൂജഹലും ഉത്ബയും ഷൈബയും അബൂജഹലും ഒക്കെ എന്താണ് അവസ്ഥ? അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ലഅനത്തുല്ലാഹ്, അള്ളാന്റെ ശാപം ഉണ്ടാവട്ടെ എന്നാ നമ്മുടെ നാവിൽ നിന്ന് വരിക. ഇതാണ് വ്യത്യാസം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഈ പ്രപഞ്ചത്തിൽ ഓരോ സെക്കൻഡിലും ഒരു അംശം പോലും ഇടം ഇല്ലാതെ ഓരോ സെക്കൻഡിലും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉയർന്നുകൊണ്ടേയിരിക്കണം. പുതിയൊരു ഗവേഷണം നടന്നിട്ടുണ്ട്. ലോകത്ത് എല്ലാ ഭാഗത്തും പള്ളികളിൽ വ്യത്യസ്തമായ നാടുകളിൽ ബാങ്കുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് 24 മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ്. അപ്പൊ അതിനർത്ഥം ഒരു ദിവസത്തിലെ 24 മണിക്കൂറും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
നീ വേരറ്റവൻ എന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ നിലവിലുള്ള അവസ്ഥയാണ്. ഇതുപോലൊരു നേതാവ് ലോകത്ത് എവിടെയും സ്മരിക്കപ്പെടുന്നേയില്ല. ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും, ഒരൊറ്റ നേതാവും ഇങ്ങനെ ലോകത്ത് സ്മരിക്കപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിൽ മഹാന്മാരെ ആദരിക്കുവാൻ 2 വഴികളാണ് ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മഹാന്മാരെ ആദരിക്കാൻ വേണ്ടിയിട്ട് അതിലൊന്ന് ആ മഹാന്റെ ഒന്നുകിൽ ജന്മം അല്ലെങ്കിൽ മരണം, ജയന്തി അല്ലെങ്കിൽ സമാധി. ഇങ്ങനെയാണ് ആളുകൾ മഹാന്മാരായ ആളുകളെ ഓർക്കുന്നത്. ഈ ജയന്തിയും ഈ ജന്മദിനവും മരണദിനവും ഇല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും അറിയപ്പെടുക പോലും ആകെ അവര് അറിയപ്പെടുന്നത് ജയന്തി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സമാധി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ നേതാക്കന്മാർ ഒരു കാരണവശാലും നമ്മുടെ നാടുകളിൽ അറിയപ്പെടുകയേ ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നേതാക്കന്മാർ അറിയപ്പെടുന്ന ഒരു വഴി അതാണ്, ജയന്തിയും സമാധിയും ഒക്കെയാണ്. എന്നാൽ രണ്ടാമത്തെ വഴി ഏതാണ്? പ്രതിമകൾ ഉണ്ടാക്കലാണ്. പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾ അവരെ ആദരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രങ്ങാനം പ്രതിമകളാണ്! കാക്കയ്ക്കും പറവകൾക്കും പക്ഷികൾക്കും ഒക്കെ മലമൂത്ര വിസർജനം നടത്തുവാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട പടുകൂറ്റൻ പ്രതിമകളുള്ള നാടാണ് നമ്മുടെ നാട്, നമ്മുടെ ലോകം. ഇപ്പൊ ഗുജറാത്തിലൊരു പ്രതിമ, കൂറ്റൻ പ്രതിമ ഉണ്ടാക്കി. പേരൊന്നും പറയുന്നില്ല. 3000 കോടിയാണ് ചെലവിട്ടത്. 3000 കോടി. എന്താ അതുകൊണ്ട് ഇന്ത്യയിലെ പട്ടിണി പാപങ്ങളുടെ പട്ടിണി ദാരിദ്ര്യം മാറ്റാൻ ആ കാശ് മതി, ഏകദേശം മതിയാകും. 3000 കോടിയാണ്. അപ്പൊ ആ പ്രതിമയിൽ ഉണ്ടാക്കിയ പ്രതിമയ്ക്ക് ഉള്ളിലേക്ക് വെള്ളം കയറുന്നു, മഴ വരുമ്പോൾ അത് ചോർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഈ 2 രീതിയിലാണ്. ഇവിടെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചിത്രവുമില്ല, ചിത്രീകരണവുമില്ല, പ്രതിമയും പ്രതിബിംബവുമില്ലാതെ, സ്തൂപങ്ങളും സ്തംഭങ്ങളുമില്ലാതെ, ഒരു ദിനം പ്രത്യേകമായി നിശ്ചയിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നും സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. വല്ലാത്തൊരു അത്ഭുതമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മിനിമം ഒരു സത്യവിശ്വാസി 5 വക്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലേ? അള്ളാന്റെ റസൂല് ഫർദ് നിസ്കാരം മാത്രം നിസ്കരിക്കുന്ന ആളുകൾ, അവരുടെ നമസ്കാരങ്ങളിൽ പോലും അള്ളാന്റെ റസൂല് ഒരു ദിവസം 5 പ്രാവശ്യം സുന്നത്ത് നമസ്കാരങ്ങളിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ, ബാങ്ക് കൊടുക്കുമ്പോൾ, ഇഖാമത്ത് കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സൂറത്തു ശറഹിൽ, വറഫഅനാ ലക ദിക്റക്, നാം നിന്റെ പ്രശസ്തി ഉയർത്തിയില്ലേ. യതീമായി ജീവിച്ച മക്കയിലെ ഒരു വ്യക്തി പിന്നീട് അറിയപ്പെടുന്ന, ഇന്നും ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, പഠിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വമായി അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അള്ളാഹുവിന്റെ റസൂലിനെ പ്രാർത്ഥിച്ചിട്ടാണ്. ഖുതുബ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിച്ചിട്ടാണ്. സലാത്ത് ചൊല്ലിയിട്ടാണ്. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞിട്ടാ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാം. ഈ അടിസ്ഥാനത്തിൽ അള്ളാന്റെ റസൂലിന്റെ പദവിയും പ്രശസ്തിയും ഉയർന്നുകൊണ്ടേയിരിക്കാണ്. സത്യവിശ്വാസികളുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും ഓരോ മിടുപ്പിലും അള്ളാഹുവിന്റെ റസൂൽ കയറി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ ഗൂഗിളിലൊക്കെ സെർച്ച് നടത്തും, പഠിക്കാൻ വേണ്ടി, വിമർശിക്കാൻ വേണ്ടി. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കാനും നിരൂപണം നടത്തുവാനും പഠിക്കാനും പഠിപ്പിക്കുവാനും ഒക്കെ വേണ്ടി സെർച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം, അത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ടാണ് മക്കക്കാർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയേണ്ട അവസ്ഥ എന്തുകൊണ്ട് വന്നു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുവരെ അല്ലമീനായിരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തുകൊണ്ട് മക്കക്കാർ, സ്വന്തം കുടുംബം, സ്വന്തം ഗോത്രം, ബാക്കിയുള്ളവർ എല്ലാവരും ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞു എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
അതിന്റെ മറുപടിയും ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ട് അവർ എതിർത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ജീവിതത്തെ തൊട്ടു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ എതിർത്ത്. അതുകൊണ്ടാണ് എതിർത്തത്. നമ്മുടെ നാട്ടിലൊരു പരിഷ്കർത്താവ് എന്ന് വിചാരിക്കുക. ആ പരിഷ്കർത്താവ് നമ്മുടെ ജീവിതത്തെ തൊട്ടാൽ നമ്മൾ അപ്പ എതിർക്കും, കൈകാര്യം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ കൈകാര്യം ചെയ്യാൻ എന്താണ് കാരണം? അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇടപെട്ടു. തൊട്ടുമുത്താൻ ഇരുന്നു കൊടുക്കുന്ന ഒരു ആത്മീയ നേതാവായിരുന്നു നബിയെങ്കിൽ, ആശ്രമത്തിൽ ഭജനമിരിക്കുന്ന ഒരു ആത്മീയ നേതാവായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെങ്കിൽ, അതിനേക്കാൾ ഒരു വലിയ ആത്മീയ നേതാവിനെയും പുരോഹിതനെയും മക്കൾക്ക് കിട്ടുമായിരുന്നില്ല. പക്ഷെ അള്ളാന്റെ റസൂൽ അതിന് ഇരുന്നു കൊടുത്തില്ല. അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഇടപെട്ടത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. അബൂ സുഫിയാനും കൂട്ടരും ഉത്ബയും ഒക്കെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. അവരുടെ മുമ്പിൽ വന്നുകൊണ്ട്, റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇവർ പറയാൻ, മുഹമ്മദേ, ഈ പണിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നീ ആളാവാൻ വൺ മാൻ ഷോക്ക് വേണ്ടിയാണ് നീ ശ്രമിക്കുന്നത് എങ്കിൽ ഞങ്ങൾ നിന്നെ രാജാവാക്കാം, നേതാവാക്കാം. നീ വലിയ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഞങ്ങൾ തരാം. നീ ഒരു വലിയ സമ്പന്നനാവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിനക്ക് സമ്പാദ്യം തരാം. പക്ഷേ നീ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നീ ഒഴിവാക്കണം, അതൊന്ന് ഒഴിവാക്കണം. ഇതന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചില മഹലുകളിലൊക്കെ പോയാൽ ചിലപ്പോൾ ചില ആളുകൾ പറയും, ചില ഉസ്താദുമാരെയും ചില മൗലവിമാരെയും ഒക്കെ ചിലപ്പോൾ ആളുകൾ കൈകാര്യം ചെയ്യും. എന്താ ഖുത്ബയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മൂപ്പര് തുറന്നങ്ങ് പറയാം. മൂപ്പരെ ഇവിടെ നിർത്താൻ പറ്റൂല, ഇടപെടും, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലും ആ നാട്ടിലെ ആളുകളും കൈകാര്യം ചെയ്തത് അങ്ങനെ തന്നെയാണ്. എല്ലാ പരിഷ്കർത്താക്കൾക്കും നാട്ടിൽ പലപ്പോഴും സ്വീകാര്യത ലഭിക്കാതെ പോയതിന്റെ കാരണവും അവർ ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നതാണ്. അള്ളാന്റെ റസൂൽ ചെയ്തതും അത് തന്നെയാണ് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ തോന്നിയാഭാസങ്ങൾക്ക് മൗനം പാലിക്കുന്ന ഒരു ആത്മീയ പുരുഷൻ, അതാവണം അള്ളാന്റെ റസൂൽ എന്നാണ് മക്കയിലെ ആളുകൾ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് മക്കയിലെ ആളുകൾ ചോദിച്ചത്, നീ എന്ത് ആത്മീയ പുരുഷനാണ്? ആത്മീയ പുരുഷനാണ് നീ. ആശ്രമത്തിൽ തമ്രം പടിഞ്ഞിരിക്കുന്ന ദിക്റുകളും തസ്ബീഹുകളുമായി ചടഞ്ഞുകൂടുന്ന ഒരു ആത്മീയ പുരുഷനാണ് താങ്കൾ. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നീ ഒരു ആത്മീയ പുരുഷനൊന്നുമല്ല. എന്താണ് ന്യായമായിട്ട് അവർ തെളിവായിട്ട് പറഞ്ഞത്? വഖാലു മാലി ഹാദാ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂനു മഅഹു നദീറാ. നീ എന്ത് റസൂലാ? റസൂല് ആത്മീയ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ നിസ്കരിക്കുക, അങ്ങനെ തിരിച്ചു കൂടുതൽ പ്രാർത്ഥിക്കുക, ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിപ്പിക്കുക, അവർക്ക് ഇങ്ങനെ വേണ്ട നസീഹത്ത് കൊടുക്കുക, അവരെ തടി തട്ടാത്ത ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എന്താ ഉപദേശം? നല്ല ഉപദേശം, കണ്ണിനെ പറ്റിയൊക്കെ പറഞ്ഞു, എന്താ വാവ്, ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരു തരം ആത്മീയ പുരുഷന്മാരാണ് നമ്മുടെ ലോകത്ത്. അങ്ങനെയാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചു, നീ എന്ത് റസൂലാ? നീ ഞങ്ങളുടെ ജീവിതത്തിലാണ് ഇടപെടുന്നത്, ഞങ്ങളുടെ സാമ്പത്തിക രംഗങ്ങളിലാണ് നീ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, നീ ഞങ്ങളുടെ കച്ചവടത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇതാണ് മക്കയിലെ മുശ്രിക്കുകൾ അന്നേ വരെ അൽ അമീനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. അതിന് അള്ളാന്റെ റസൂൽ മറുപടി കൊടുത്തു. അബൂ സുഫിയാനും ഉത്ബയ്ക്ക് കൊടുത്തു, എന്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഈ ദൗത്യത്തിൽ, ഈ ഇസ്ലാമിൽ വെള്ളം ചേർക്കാൻ എന്നെ കിട്ടൂല, ഈ ഇസ്ലാമിൽ വെള്ളം ചേർക്കാൻ എന്നെ കിട്ടൂല. ഇത് അള്ളാന്റെ ഇസ്ലാമാണിത്. ഇതിൽ വെട്ടിക്കുറയ്ക്കാനും കൂട്ടിച്ചേർക്കാനും അതിന് എന്നെ ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നടിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ സൂചിപ്പിക്കുന്നതാണ്. പ്രവാചകനെ വേണ്ടതുപോലെ മനസ്സിലാക്കി, പ്രവാചകന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കി, പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
ഒന്ന് രണ്ട് അറിയിപ്പുകൾ. ഒന്ന്, ആലത്തൂർ സവാബ് നഗറിൽ താമസിച്ചിരുന്ന നൂർ മുഹമ്മദ് സാഹിബ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട വിവരം എല്ലാവർക്കും അറിയാം. പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ മറ്റൊരു അറിയിപ്പ്, അസുഖമായി കൊണ്ട് കബീർ സാഹിബ് ജില്ലാ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എല്ലാവരോടും പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിന് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും, കടങ്ങളാവട്ടെ, മറ്റ് പ്രതിസന്ധികൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ പ്രശ്നങ്ങൾ, ഭർത്താവുമായി ബന്ധപ്പെട്ട കേസുകൾ, നിരപരാധിയായി ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, പടച്ചവനെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവർക്കും മനസ്സിന് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉച്ചരിച്ച് ചിരിച്ചുകൊണ്ട് മരിക്കുവാൻ പടച്ചവനെ നമുക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا حي يا قيوم انصر المسلمين في غزة يا الله، واشف مرضاهم وجرحاهم يا الله، وأطعمهم طعاما لذيذا وأشربهم ماء طهورا يا الله. اللهم حرر المسجد الأقصى من أيدي اليهود الفاشيين. اللهم دمر اليهود الفاشيين الصهيونيين يا الله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.